ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം ദുഷ്ടരിൽ നിന്ന് വമിക്കുന്നത് ദുഷ്ടതയായിരിക്കും. മാത്രമല്ല, ദുഷ്ടർക്ക് ഉണ്ടാകാവുന്ന 8 കഷ്ടതകളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുഷ്ടരുടെ 8 കഷ്ടതകൾ ഞാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നില്ലെങ്കിൽ ദുഷ്ടതയിൽ നിന്ന് നമ്മൾ പിന്മാറത്തുമില്ല. ഈ കഷ്ടതയെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു സംഭവം പറഞ്ഞു കേട്ടതാണ്. ഭർത്താവിൻ്റെ അവിശ്വസ്തത തെളിയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ ആക്രോശിച്ചു പറഞ്ഞ ഒരു കാര്യം, എന്നാലും എൻ്റെ മനുഷ്യ, നിങ്ങൾ ഇതുപോലെ ദുഷ്ടനായി പോയല്ലോ, ഇതിനേക്കാൾ ഭേദം എന്നെ കൊല്ലുന്നതായിരുന്നു. നിങ്ങൾ വളരെ മാന്യമായിട്ട് നിന്നിട്ട് അവസാനം ഈ അവിശ്വസ്തത തെളിയിക്കപ്പെട്ടപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, ഇതുപോലൊരു ദുഷ്ടനായി നിങ്ങൾ മാറിയല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നോ എന്നാണ് അവർ ചോദിച്ചത്. നമുക്ക് ദുഷ്ടരനുഭവിക്കേണ്ടി വരുന്ന ചില കഷ്ടതകളെക്കുറിച്ച് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു 5-8 കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദുഷ്ടരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 32 10-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടൻ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ വളരെ വലുതായിരിക്കും. ദുഷ്ടതയാണ് നമ്മിൽ വമിക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലേശങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ക്ലേശങ്ങൾ വളരെ വലുതായിരിക്കും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അതാണ് സങ്കീർത്തനം 32:10 നമ്മൾ വായിക്കാം. യേശയ്യാ 57:20 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, ഇളകി മറിയുന്ന കടൽ പോലെയാണ് ദുഷ്ടർ. അതിന് ശാന്തമാകാനാവില്ല. അതിലെ വെള്ളം ചെളിയും മാലിന്യവും നിറഞ്ഞതാണ്. ശാന്തമാകാത്ത മനസ്സ്, ശാന്തമാകാത്ത ഹൃദയം, ശാന്തമാകാത്ത ശരീരം, അങ്ങനെയുള്ളിടത്തെല്ലാം വരാവുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ചെളിയും മാലിന്യവും നിറഞ്ഞതായിട്ട് മാറും. ഇതാണ് ദുഷ്ടന്റെ ഒരവസ്ഥ എന്ന് യേശയ്യാ 57:20 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 1 സാമുവേൽ 24:13 ഒരു പഴമൊഴി അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പഴമൊഴി 1 സാമുവേൽ 24:13 ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദുഷ്ടനിൽ നിന്ന് വമിക്കുന്നത് ദുഷ്ടതയാണ്. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് വമിക്കുന്നു അല്ലെ പുറപ്പെടുന്നു എന്നുള്ള പഴമൊഴി നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 12 10-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും, അവർ വചനം ഗ്രഹിക്കത്തില്ല. ദുഷ്ടതയാണ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അവർ വചനം ഗ്രഹിക്കത്തില്ല. യേശയ്യാ 57-59 ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാകില്ല, അവർ സമാധാനം അനുഭവിക്കത്തില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. നമുക്കിനി ആ 8 കാര്യങ്ങൾ, ദുഷ്ടന്റെ 8 കഷ്ടതകൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് സുഭാഷിതങ്ങൾ 12:21 അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല. ദുഷ്ടതയാണ് നമ്മളിൽ നിന്ന് വമിക്കുന്നത് എങ്കിൽ നമുക്കൊന്നിനു പുറകെ ഒന്നായിട്ട് ആപത്ത്. ഒരപകടം കഴിഞ്ഞാൽ അടുത്ത അപകടം. നിയമാവർത്തനം 28:66 വായിച്ചാലും കർത്താവിൻ്റെ കൽപ്പനകൾ, വചനങ്ങൾ അനുസരിക്കാതിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു കാര്യം, ആപത്ത് ഒഴിയത്തില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ നമ്മൾ കാണുന്നത് ജോബ് 38:15 വചനത്തിലാണ്. ദുഷ്ടൻ പ്രാർത്ഥിക്കാൻ കരമുയർത്തിയാലും ആ കരം ഒടിക്കപ്പെടും. എൻ്റെ അമ്മോ, എന്തൊരു അവസ്ഥയായിരിക്കും അത്. പ്രാർത്ഥിക്കാനാണ് കരമുയർത്തുന്നത്, പക്ഷെ ആ കരം ഒടിക്കപ്പെടും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും തല്ലി നമ്മുടെ കൈ ഒടിക്കുകയാണെങ്കിൽ എന്തൊരവസ്ഥയാണത്. ദുഷ്ടർക്ക് വരാവുന്ന ഒരു കാര്യം ഇതാണെന്ന്. വീണ്ടും മൂന്നാമത്തെ കാര്യം സങ്കീർത്തനം 9:16 വായിച്ചാൽ കാണാൻ പറ്റും, ദുഷ്ടർ സ്വന്തം കരവേലയിൽ കുടുങ്ങും. കുറെ നാളൊക്കെ അവർക്ക് ഈ ദുഷ്ടതയിൽ മുമ്പോട്ട് പോകാനും പലരെയും പറ്റിക്കാനും പലതും നേടിയെടുക്കാനൊക്കെ സാധിച്ചേക്കാം. പക്ഷെ അവസാനം സ്വന്തം കരവേല, അവരായിട്ട് ചെയ്ത കാര്യത്തിലൂടെ അവര് കുടുക്കിലകപ്പെടും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നാലാമത്തെ കാര്യമാണ് സങ്കീർത്തനം 37:9 നമ്മൾ കാണുന്നത്, ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും. ദൈവത്തിൽ നിന്ന് ഉറപ്പായിട്ടും വിച്ഛേദിക്കപ്പെടും. മാത്രമല്ല, ചിലപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെടും. അതുപോലത്തെ ദുഷ്ടത പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ചിലർ ഡിവോഴ്സിലെത്തിയത്. വേറെ ചിലർക്ക് ആഗ്രഹമുണ്ട് ഭാര്യ കൂടെ നിൽക്കണം, പക്ഷെ അവളിട്ടേക്ക് പോയി. വിച്ഛേദിക്കപ്പെടും. നിന്റെ ദുഷ്ടത മൂലം നീ വിച്ഛേദിക്കപ്പെടും എന്നുള്ളത് വചനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലേവ്യർ 20:6 വായിച്ചാൽ, നമ്മളൊരു അന്യദൈവാരാധന അങ്ങനത്തെ ചില പാപങ്ങൾ ചെയ്താൽ നിന്റെ വേര് അറക്കപ്പെടും, കർത്താവിൽ നിന്ന് നീ വിച്ഛേദിക്കപ്പെടും എന്നുള്ളത്
വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യമാണ് സങ്കീർത്തനം 37:20 വചനം പഠിപ്പിക്കുക. മറ്റൊരു കഷ്ടത, ദുഷ്ടർ നശിക്കും, പുക പോലെ മാഞ്ഞു പോകും. ദുഷ്ടന് വരാവുന്നൊരു കാര്യം, അവൻ നശിക്കും, പുക പോലെ അവൻ മാഞ്ഞു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 37, 35, 36 വചനങ്ങൾ വായിച്ചാലും ലെബനോണിലെ ദേവദാരു ഒരിക്കൽ തലപൊക്കി നിന്നതാണ്, പിന്നീട് ഞാൻ അതിലെ ചെന്നപ്പോൾ അതിൻ്റെ അടയാളം പോലും കാണാനില്ല. അഹങ്കാരികൾക്ക് വരാവുന്നൊരു കാര്യം ഇതാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആറാമത്തെ കാര്യമാണ് സങ്കീർത്തനം 37:38 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടരുടെ സന്തതി അറ്റുപോകും, അവരുടെ തലമുറ അറ്റുപോകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാൻ. പ്രഭാഷകൻ 23:25 നമുക്കറിയാമല്ലോ. അവിഹിത ബന്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വ്യക്തികളുടെ അവരുടെ മക്കൾക്ക് വേര് പിടിക്കത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല മാതാപിതാക്കളുടെ ആ പാപം മൂലം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആറാമത്തെ കാര്യം 37-ാം അധ്യായം സങ്കീർത്തനം 37 അതിൻ്റെ 21 വചനം എടുത്താൽ കാണാൻ പറ്റും. അവിടെ പറയപ്പെട്ടിരിക്കുന്നത് വായ്പ വാങ്ങിയത് തിരികെ കൊടുക്കാൻ അവർക്കാവില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ദുഷ്ടരുടെ സന്തതി അറ്റുപോകും, വായ്പ വാങ്ങിയത് തിരികെ കൊടുക്കാൻ അവർക്ക് പറ്റത്തില്ല. ഏഴാമത്തെ കാര്യമാണ് സുഭാഷിതങ്ങൾ 10:30 വായിക്കുമ്പോൾ നമ്മൾ കാണുക, ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടില്ല. അവർ പലയിടത്തും പോകും, പക്ഷെ അവിടെയൊന്നും ഒരിടം, ഒരു സ്വീകാര്യത കിട്ടാത്ത ഒരവസ്ഥ അവർക്കുണ്ടാകാം. എട്ടാമത്തെ കാര്യമാണ് പ്രഭാഷകൻ 39:24 നമ്മൾ വായിക്കുക, ദുഷ്ടരിൽ പ്രതിബന്ധങ്ങൾ നിറയും. പ്രതിബന്ധം, ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും പ്രതിബന്ധം, ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാൻ പറ്റാത്ത പ്രതിബന്ധം ദുഷ്ടനിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഇതിന് പരിഹാരമുണ്ടോ? ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഇന്നലകളിൽ ദുഷ്ടത കാട്ടിയിട്ടുണ്ടാവാം, ദുഷ്ടത നമ്മിൽ വമിച്ചിട്ടുണ്ടാകാം. പ്രതിവിധി ഉണ്ടോ? ഉണ്ടെന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 3:28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരിയുടെ ദുഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല. അഹങ്കാരിയുടെ ദുഷ്ടതയ്ക്ക്, കാരണം തിന്മ അവനിൽ വേരുറച്ചു വളരുന്നു. പക്ഷെ അവനൊന്ന് അനുദപിച്ച് തിരിച്ചു വരികയാണെങ്കിൽ അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. 1 രാജാക്കന്മാർ 8:35 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നീ രക്ഷപ്പെടും. നീ എത്ര ദുഷ്ടനായിരുന്നെങ്കിലും ആ ദുഷ്ടതയിൽ നിന്നും പിന്തിരിയുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം, അപ്പോൾ നീ രക്ഷ പ്രാപിക്കും. ജെറമിയ 25:5 വായിക്കുമ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയുക, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതം ഒന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.